ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. രാജലക്ഷ്മി അമ്മ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്കൊരു ചെറിയ വയറുവേദന വന്നതിനാണോ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ രോഗിയെ പോലെ നോക്കുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ മോള് വിശ്രമിക്കാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് രാജലക്ഷ്മി അമ്മ. തുടർന്ന് രാജലക്ഷ്മി അമ്മ വിഷമത്തോടെ കരയുമ്പോൾ രാജലക്ഷ്മി അമ്മയെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ജയരാമൻ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയും വൈശാഖിനെയുമാണ്. ഇന്ദ്രജ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വൈശാഖിന്റെ ഒപ്പം നടക്കുകയാണ്. എന്റെ അനിയത്തി മരിച്ചു കഴിഞ്ഞ് എന്റെ മനസ്സ് ഒരു മണൽത്തിട്ട പോലെയായിരുന്നു. ഇന്നാണ് അതിലൽപ്പം വെള്ളം വീണതുപോലെ സന്തോഷം എനിക്ക് കിട്ടുന്നത്. നിനക്ക് പ്രതിഫലമായി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാനത് തരാമെന്ന് ഇന്ദ്രജ പറയുമ്പോൾ എനിക്ക് പണമാവേണ്ടത് ധാരാളം പണമെന്ന് വൈശാഖ് പറയുന്നു. അതിനെന്താ, നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞ് വൈശാഖിന്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുക്കുകയാണ് ഇന്ദ്രജ. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. നന്ദിനിയുടെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുന്ന രാജലക്ഷ്മി അമ്മയും കൈമളിനെയുമാണ് കാണിക്കുന്നത്. എന്റെ മോളുടെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് ഭേദമായാൽ മതിയായിരുന്നെന്ന് രാജലക്ഷ്മി അമ്മ കൈമളിനോട് പറയുന്നു. ഇതിന് പിറകെ ഒന്നായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോ ദുരിതങ്ങള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ കൈമളേട്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ വാഴപ്പാടിയിലെ ആ തിരുമേനി ഒന്ന് വിളിച്ചു നോക്കിയാലോ? നീ പറഞ്ഞതിൽ കാര്യമുണ്ട് രാജലക്ഷ്മി, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഒരുപക്ഷെ എന്തെങ്കിലും പരിഹാരം കാണാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചാലോ? കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് മൈഥിലി. ഇനി പുതിയതായിട്ട് ആരാണാവോ വരാൻ പോകുന്നതെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. അല്ല കൈമളേട്ടാ, ഇന്നത്തെ രാഹുകാലം കഴിഞ്ഞോ? എന്നാൽ നമുക്ക് രാഹുകാലം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോ അതിന് സമ്മതം മൂളുകയാണ് കൈമള്. ഇതൊക്കെ കേൾക്കുന്ന മൈഥിലി ഉടൻ തന്നെ വൈശാഖിനെ വിളിച്ച് വിവരങ്ങളെല്ലാം അറിയിക്കുന്നു. അല്ല മൈഥിലി, അവർക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോ ഇതുവരെ അങ്ങനെയൊന്നുമില്ലെന്ന് മൈഥിലി പറയുന്നു. എന്നാലേ നീ ഒരു കാര്യം ചെയ്, അന്നത്തെ ഗുളികയുടെ ബാക്കി ഇരിപ്പുണ്ടല്ലോ, നന്ദിനി ഏട്ടത്തി കൂടുതലായിട്ട് കഴിക്കുന്ന ആഹാരം ഏതാണെന്ന് വൈശാഖ് ചോദിക്കുമ്പോ കഞ്ഞിയാണെന്ന് മൈഥിലി പറയുന്നു. എന്നാലേ ബാക്കി ഗുളിക ആ കഞ്ഞിയിൽ കലക്കി നീ ഇന്ന് തന്നെ കൊടുത്തേക്ക്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകിൽ വന്ന് നിൽക്കുകയാണ് മീനാക്ഷി. അവൾ കഞ്ഞി എന്ന് പറയുന്നത് മാത്രം കേട്ടുള്ളൂ, ബാക്കിയൊന്നും കേട്ടില്ലല്ലോ. അവൾ ആരോടായിരിക്കും ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് എന്നൊക്കെ മീനാക്ഷി മനസ്സിൽ പറയുകയാണ്. പെട്ടെന്ന് മൈഥിലി തിരിയുന്നു. മീനാക്ഷിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. നീ ആരോടാ ഫോണിൽ സംസാരിച്ചതെന്ന് മൈഥിലി ചോദിക്കുമ്പോ എനിക്ക് ഒരേ ഒരു കൂട്ടുകാരിയേ ഉള്ളൂ, അവളോടാ ഞാൻ സംസാരിച്ചതെന്ന് മൈഥിലി പറയുന്നു. തുടർന്ന് മീനാക്ഷി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിക്കുള്ള കഞ്ഞി അടുക്കളയിൽ തയ്യാറാക്കുന്നതാണ്. ജോലിക്കാരി പുറത്തേക്ക് പോകുന്ന തക്കം നോക്കി മൈഥിലി അടുക്കളയിലേക്ക് കയറുകയും കഞ്ഞിയിൽ ഗുളിക പൊടിച്ച് ചേർക്കുകയും ചെയ്യുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മീനാക്ഷി കാണുന്നത് കഞ്ഞി ഇളക്കിക്കൊണ്ടിരിക്കുന്ന മൈഥിലിയാണ്. നീ അവിടെ എന്തെടുക്കുകയാണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ തിരിയുകയാണ് മൈഥിലി. അത് പിന്നെ ഞാനല്പം വെള്ളം കുടിക്കാൻ വന്നപ്പോ ഈ കഞ്ഞി തിളച്ചു മറിയുന്നത് കണ്ടു, അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കി, അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി അവിടെ നിന്ന് പോകുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി നന്ദിനിക്ക് കഞ്ഞി കൊടുക്കുന്നതാണ്. അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇനി അസുഖം കൂടാനാ പോകുന്നതെന്ന് ഇത് കാണുന്ന മൈഥിലി പറയുകയാണ്. അതേസമയം രാജലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. നമുക്ക് എന്താണെങ്കിലും ചോറൂണ് മാറ്റിവെക്കാമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ അതെന്തിനാണെന്ന് നന്ദിനി ചോദിക്കുന്നു. അമ്മയോട് എന്തു മറുപടി പറയുമെന്ന് ഈ മനസ്സിൽ പറയുമ്പോഴേക്കും നന്ദിനിക്ക് പെട്ടെന്ന് ഛർദിൽ വരികയും നന്ദിനി പോയി ഛർദിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് രാജലക്ഷ്മി അമ്മയും മീനാക്ഷിയും വിഷമത്തോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.